കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. അവിടെ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവരാകുന്നു. അവിടുത്തെ കൈക്കലെ ആടുകളാണ് നമ്മൾ. ആടുകൾ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയുന്നു, അന്യൻ്റെ ശബ്ദം അവ അറിയുന്നില്ല. അതുകൊണ്ട് ആട് അന്യൻ്റെ പുറകിന് പോവില്ല. തനിക്കുള്ളവയെ അറിയുന്ന ഇടയനും പേര് ചൊല്ലി വിളിക്കുന്ന ഇടയനും ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്തവനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ആകയാൽ ഇന്ന് പകലിലും ആ നല്ല ഇടയൻ്റെ ശബ്ദം കേൾക്കാൻ അവിടുന്ന് നമ്മെല്ലാം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വേറെ ആരും കാൽവറിയിൽ ജീവൻ കൊടുത്തില്ല. മറ്റൊരു അവതാര പുരുഷന്മാർക്കും നമുക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല. എന്നാൽ കാൽവറിയിൽ രണ്ട് കള്ളന്മാരുടെ മധ്യേ ഒരു പാപവും ചെയ്യാതെ കോടതികളെല്ലാം മാറി മാറി വിസ്തരിച്ചിട്ടും ഈ മനുഷ്യൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞ അതേ യേശുവാണ് നമുക്ക് വേണ്ടി സകല പാപവും ഏറ്റെടുത്തത്, ശാപം ഏറ്റെടുത്തത്, ഇഞ്ചിഞ്ചായി നുറുക്കപ്പെട്ടത്, രക്തം ധാരധാരയായി ഒഴുക്കപ്പെട്ടത് നമ്മുടെ പാപം കഴുകിക്കളയാനാണ്. നമുക്ക് വിരോധമായി എഴുതി വച്ചിരിക്കുന്ന സകല രേഖകളെയും കയ്യെഴുത്തുകളെയും ക്രൂശിലൂടെ യേശു മായ്ച്ചു കളഞ്ഞു. ആ രക്തത്തിലൂടെ അത് മായ്ക്കപ്പെട്ടു, നമ്മളെ മക്കളാക്കി തീർത്തു. അങ്ങനെയെങ്കിൽ ആ യേശുവിൻ്റെ സാന്നിധ്യം എല്ലാ ദിവസവും തിരിച്ചറിയാനും ക്രൂശിങ്കിലേക്ക് നോക്കി രക്ഷപ്പെടാൻ തിരുവെഴുത്ത് പറയുന്നത് പോലെ ഇന്ന് പകൽ കർത്താവിന് നമുക്ക് നന്ദി പറയാം. നമുക്ക് വേണ്ടി മരിച്ച അടക്കപ്പെട്ട യേശു മാത്രമല്ല, മൂന്നാം ദിവസം സകല സംവിധാനങ്ങളെയും മുദ്രകളെയും ഗവൺമെൻറ് അതോറിറ്റികളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു, ഇന്നും പ്രവർത്തിക്കുന്നു, ഇന്നും സൃഷ്ടിക്കുന്നു, ഇന്നും നമ്മുടെ പേര് വിളിക്കുന്നു. സ്തോത്രം. ലോകത്തിലെ എല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ എൻ്റെ യേശുവിൻ്റെ കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. യേശു ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. 40-ാം ദിവസം അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു. ഇനിയും തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ എൻ്റെ യേശു പ്രത്യക്ഷനാകാൻ പോകുന്നു. സഹോദരങ്ങളെ, ആ വരവ് സമാഗതമായെന്ന സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുമ്പോൾ വലിയൊരു ഒരുക്കം ആവശ്യമുണ്ട്. 5 കന്യകമാരുടെ വിളക്കിൽ എണ്ണയില്ലായിരുന്നു. യജമാൻ വന്നപ്പോൾ, മണവാളൻ വന്നപ്പോൾ അവർക്ക് എടുക്കപ്പെടാൻ കഴിഞ്ഞില്ല. ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന് പറഞ്ഞു. ആകയാൽ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ നമ്മുടെ അകത്തില്ലെങ്കിൽ നമുക്ക് എടുക്കപ്പെടാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യണം. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട വചനപ്രകാരം ജീവിച്ച വിശുദ്ധ ജീവിതത്തിൽ ശക്തരായി തീർന്നവർക്ക് മാത്രമേ അവിടുത്തെ വരവിങ്കൽ എടുക്കപ്പെടാൻ സാധ്യമാകൂ. സഹോദരങ്ങളെ, ഇപ്പോൾ നമുക്ക് ലഭിച്ച അവസരം തക്കത്തിൽ ഉപയോഗിക്കുക, സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്ര നടപ്പാൻ നോക്കുകയും ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചോളുകയും. ആകയാൽ ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പീൻ, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഒരുക്കം നമുക്ക് ആവശ്യമുണ്ട്. നമ്മളെ തന്നെ ഒന്ന് ഒരുക്കാം, വചനപ്രകാരം ഒന്ന് ഒരുക്കാം. അവിടുത്തെ ആലോചനയ്ക്ക് വേണ്ടി നമുക്കൊന്ന് ഏൽപ്പിക്കാം. പ്രാർത്ഥനയിൽ നമുക്ക് പോരാടാം. പരിശുദ്ധാത്മശക്തിയാൽ നമുക്ക് ജീവിക്കാം. അവിടെ നമ്മെ കേടിയട്ടെ. വളരെ സുപരിതമായൊരു വാക്യം നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു.
മർക്കോസ് സുവിശേഷം 5:33 സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ട് വിറച്ചും കൊണ്ടുവന്ന് അവൻ്റെ മുൻപിൽ വീണ് വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. ദീർഘവർഷങ്ങളായി ഒരു രോഗത്തിനടിമയായി. ഇത് രോഗമെന്നല്ല അവിടെ എഴുതിക്കുന്നത്, ബാധയാണ്. ഡോക്ടേഴ്സ് മാറി മാറി നോക്കിയിട്ടും കണ്ടുപിടിക്കാൻ കഴിയാത്ത ചില ബാധകൾ, ഒരു സ്കാനിങ് മെഷീനും വെളിപ്പെടാത്തത്, ഒരു MRIയിലും വെളിപ്പെടാത്ത ചില ബാധകൾ, വർഷങ്ങൾ പഴകിയത്, സമ്പാദ്യം നഷ്ടപ്പെടുത്തിയത്, ആരോഗ്യം നഷ്ടപ്പെടുത്തിയത്, സ്വസ്ഥത ഇല്ലാതായത്. അവൾ സ്വസ്ഥമായെന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയത്, സമാധാനം നഷ്ടപ്പെടുത്തിയത്, ദേശക്കാരുടെയും കുടുംബത്തിൻ്റെയും മുമ്പിൽ ചോദ്യചിഹ്നമായത്, എല്ലാവരുടെയും ചർച്ചാ വിഷയം. ഈ പകൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞാൻ വിളിച്ചു പറയുന്നു, അതിനൊരു എൻഡ് വരുന്ന ദിവസമാണ്, മണിക്കൂറാണ്. 1 ചർച്ചാ വിഷയമായത്, 2 ബാധയായി നിൽക്കുന്നത്, 3 സമ്പാദ്യം നഷ്ടപ്പെടുത്തിയത്, 4 നിന്നെ അസ്വസ്ഥമാക്കിയത്, 5 ഭയം കൊണ്ടുവന്നത്, 6 ലോകത്തിൻ്റെ മുമ്പിൽ തലകുനിക്കപ്പെട്ടത് ഒക്കെ ഇന്ന് പകൽ സ്വർഗം എടുത്തു മാറ്റുകയാണ്. ആ ബാക്ക്ഗ്രൗണ്ടിലേക്കൊന്നും പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്, നമുക്ക് ചരിത്രമല്ല അറിയാമല്ലോ. പരാജയപ്പെട്ട ഒരു വ്യക്തി നിരത്തിലേക്ക് ഇറങ്ങി വരികയാണ്. നിയമം എതിരാണ്, അങ്ങനെയുള്ളവർക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. പക്ഷേ നിയമത്തെ വെല്ലുന്ന ഒരു അഭിഷേകവും ഒരു ധൈര്യവും ഒരു കരുത്തും വിശ്വാസവും നിന്റെ അകത്തുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി നിയമങ്ങൾ തിരുത്തപ്പെടും. നിനക്ക് വേണ്ടി സംഹിതകളെ മാറ്റിമറിക്കുന്ന ദൈവശക്തി ഈ പകൽ വ്യാപരിക്കും. അറച്ചു നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ ദൈവത്തിൻ്റെ പാദപീഠത്തിങ്കിലേക്ക് കടന്നു വന്ന് അവിടുത്തെ സ്പർശിക്കാൻ തയ്യാറാകുമെങ്കിൽ ചില നിയമങ്ങൾ മാറുന്നു, ചില സംവിധാനങ്ങൾ മാറുന്നു. നിലവിലുള്ള ചിലതിനെ മാറ്റിമറിക്കാൻ അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്ന ദൈവത്തിൻ്റെ ശക്തി ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ മേൽ വെളിപ്പെട്ട് വരിക. ഇനിയും അത് സംഭവിക്കത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ ചില നിയമങ്ങളെ സ്വർഗം മാറ്റുകയാണ്. അനുകൂലമായ ചില വിധിയെഴുത്തുകൾ വരാൻ പോകുകയാണ്. പലരും എഴുതിത്തള്ളിയ വിഷയം, സംശയിച്ച വിഷയം, ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞത്, തീർന്നെന്ന് പറഞ്ഞത്, നിന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തിയത്, ബലമില്ലാതാക്കിയത്, നിന്റെ മൈൻഡിനെ ഇടിച്ചത്, ഇന്നു പകൽ അത് സൗഖ്യമാകാൻ പോകുക. ആ വിഷയത്തിന്മേൽ ദൈവം സ്വസ്ഥത നൽകാൻ പോകുക. ആ വിഷയം സ്വർഗം ഏറ്റെടുത്തിരിക്കുക. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ ദൂത് ഏറ്റെടുക്കാൻ തയ്യാറാകട്ടെ. അവൾ യേശുവിനെ തൊടുക. സംഭവം നമുക്കറിയാം. തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടു. യേശുവിൻ്റെ ചോദ്യം, എന്നെ തൊട്ടതാര്? അതൊക്കെ നമുക്കറിയാവുന്നതാ. ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ മാത്രമല്ല, സംഭവിച്ചതൊക്കെയും അറിഞ്ഞു. തൻ്റെ ജീവിതത്തിൽ അതുവരെ സംഭവിക്കാത്തത്, അതുവരെ വെളിപ്പെടാത്തത്, അതുവരെ അനുഭവിക്കാത്തത് സംഭവിച്ച മിനിറ്റിൽ ഇവൾ വരയ്ക്കാൻ തുടങ്ങി. സംഭവിച്ചത് ഇവൾ അറിയാൻ തുടങ്ങി. നമ്മുടെ ചിന്ത ഏതാണ്? ഇതുവരെ സംഭവിക്കാത്തത് നീ അറിയാൻ പോകുകയാണ്. ഒറ്റ നിമിഷം കൊണ്ട് നിന്നെ ഒതുക്കുമെന്നും കഴിഞ്ഞ സംവത്സരങ്ങളായി നിന്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുമെന്നും നിന്റെ കുടുംബജീവിതത്തെ തകർക്കുമെന്നും ഒരുമിച്ച് നിർത്തത്തില്ലെന്നും പറയുന്ന ചില മേഖലകളെ നോക്കി ദൈവാത്മാവ് പറയുന്നു, അതിനെ മാറ്റിക്കൊണ്ട് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് നീ അറിയാൻ പോകുകയാണ്. ഇതുവരെ സംഭവിക്കാത്ത ഒരു ദൈവശക്തി, ഇതുവരെ നീ അനുഭവിക്കാത്ത ദൈവ സാന്നിധ്യം, ഇതുവരെ സ്വസ്ഥമാകാത്ത നിന്റെ ശരീരത്തിലും മൈൻഡിലും കുടുംബത്തിലും നിന്റെ ഔദ്യോഗിക മേഖലകളും വരുന്ന സ്വസ്ഥത നീ അത് അനുഭവിക്കാൻ പോകുക. സംഭവിച്ചത് അറിയാൻ പോകുക. മറ്റേ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഇത് അറിയത്തില്ലായിരുന്നു, അതിനൊരു കുറവില്ലായിരുന്നു. പക്ഷേ ഇന്ന് പകൽ ഒരു ടാബ്ലറ്റും കഴിക്കാതെ കർത്താവിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിന്റെ ശരീരത്തിലും നിന്റെ കുടുംബത്തിലും തലമുറകളിലും ഔദ്യോഗിക മേഖലകളും വെളിപ്പെടുന്നത് നീ അറിയാൻ പോകുക. ഇന്ന് പകൽ അറിയുന്നവർ സ്തോത്രം ചെയ്യൂ. ഞാനത് അറിയുന്നു.
എൻ്റെ തലമുറയുടെ വിഷയത്തിന്മേൽ ദൈവം ഇടപെടുന്നത് ഞാൻ അറിയുന്നു. എൻ്റെ ശരീരത്തിൽ ദൈവശക്തി ഇറങ്ങുന്നത് ഞാൻ അറിയുന്നു. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ ഞാൻ അറിയുന്നു. എൻ്റെ കുടുംബജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി എൻ്റെ ഹസ്ബൻഡിൻ്റെ മേൽ വെളിപ്പെടേണ്ടത് ഞാൻ അറിയുന്നു. ആ വരുന്ന ചേഞ്ച് ഞാൻ മനസ്സിലാക്കുന്നു. അത് ദൈവം ചെയ്യും. ഞാനത് വിശ്വസിക്കുന്നു. നാളുകളായി തകർക്കപ്പെട്ട എൻ്റെ ഹല്ലേലൂയ സാമ്പത്തിക മേഖലകൾ ദൈവം പണിയാൻ പോകുന്നത് ഞാൻ അറിയുന്നു. ആ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ ദൈവം എന്നെ ബലപ്പെടുത്തുന്നു. ദൈവം ചില നിയമങ്ങളെ മാറ്റുന്നു, ചില സോഴ്സുകൾ ഒരുക്കുന്നു ഞാൻ അറിയുന്നു. ആത്മശക്തിയുടെ വ്യാപാരം എൻ്റെ ശിരസ് മുതൽ പാദം വരെ പ്രവഹിക്കുന്നു. ഞാനത് അറിയുന്നു. സംഭവിച്ചതറിഞ്ഞാൽ നീ ഒരു സാക്ഷ്യമായി തീരാൻ പോകുക. അപ്പോൾ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയുക. നോക്കൂ, അതുവരെ പുറകിൽ നിന്ന് തൊടുകയായിരുന്നു. പുറകിൽ നിന്ന് തൊട്ട ചിലർ പുറകിലാണ് നീ ഇപ്പം നിൽക്കുന്നത്. പക്ഷെ നിന്നെ മുമ്പിൽ കൊണ്ടുവന്ന സഹോദരി, നീ വിശ്വസിക്കുക. മറ്റൊരു കഴിവ് നിനക്കില്ലെങ്കിലും നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി, നിന്നിലേക്ക് പുറപ്പെട്ട ശക്തി നിന്നെ മുമ്പിൽ കൊണ്ടുവരുന്നതാണ്. വിശ്വസിക്കുക പ്രിയ സഹോദരനെ, അഭിഷക്തനെ, കുഞ്ഞെന്ന് വിശ്വസിക്കുക. നിന്നെ ഇപ്പോൾ പുറകിൽ തള്ളി നിർത്തിയിരിക്കുക. പക്ഷേ പുറകിൽ പോലും നിനക്ക് പ്രവേശനമില്ല. അവിടെ നിന്ന് നിന്നെ മുമ്പിൽ കൊണ്ടുവരാൻ ദൈവശക്തിയുടെ വലിപ്പത്തിന് കഴിയും. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ വായിലൂടെ വരുന്ന ചില ടെസ്റ്റ് മണികൾ നിന്റെ കുടുംബക്കാർ കേൾക്കും, നിന്റെ സഭ കേൾക്കും, നിന്റെ ദേശം അറിയും. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ സഹോദരി, നീ ഇതുവരെ പിൻപിലായിരുന്നു. പക്ഷെ നിന്നെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ, നിന്നെ പിൻപിലേക്ക് ഒതുക്കിയ ശക്തികളുടെ നടുവിൽ മുൻപിലേക്ക് കൊണ്ടുവരാൻ ദൈവശക്തി നിന്നിലേക്ക് വ്യാപരിക്കുക. ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ദൈവശക്തി നിന്റെ മേൽ വെളിപ്പെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരാജയപ്പെട്ട ഇടത്ത് ദൈവമഹത്വം യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടുക. സംഭവിച്ചതറിഞ്ഞു. അവൾ മുമ്പിൽ വന്ന് വസ്തുത പറഞ്ഞു. ഇന്ന് പകൽ മുമ്പിൽ വന്ന് പറയത്തക്ക രീതിയിൽ നിങ്ങളുടെ ശരീരത്തിലും കുടുംബത്തിലും തലമുറകളിലും ദേശത്തിലും സംഭവിച്ചത് ചില അറിയാൻ പോകുക. വിശ്വസിക്കുന്നവർ ഈ ദൂതേറ്റെടുത്ത് സ്തോത്രം ചെയ്യട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠയാലോചനയ്ക്കായി സ്തോത്രം. സംഭവിച്ചത് ഞങ്ങളെ അറിയുമ്പോൾ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല. ഞങ്ങളെ മുമ്പിൽ കൊണ്ടുവന്ന് എവിടെയൊക്കെ പറയിപ്പിക്കണോ അവിടെയൊക്കെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന 12 സംവത്സരത്തിലെ പരാജയം, 12 സംവത്സരത്തിലെ തകർച്ചകൾ, 12 സംവത്സരത്തിലെ അസ്വസ്ഥതകൾ, ഞങ്ങൾ തകരുമെന്ന് പറഞ്ഞത് അതിനെ മാറ്റി ഒറ്റ നിമിഷം കൊണ്ട് ശക്തി പുറപ്പെട്ടപ്പോൾ സംഭവിച്ച വിടുതൽ, സ്വസ്ഥത, സൗഖ്യം, സമാധാനം, ഒഴിഞ്ഞുപോയ ചില ബാധകൾ, അതിൻ്റെ വിടുതലുകൾ ഈ പകൽ വെളിപ്പെടുന്നതിനാൽ അത് സത്യമായി കർത്താവ് പറയാൻ ഞങ്ങളെ ഇടയാക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പറ, സംഭവിച്ചത് അറിഞ്ഞപ്പോൾ മുൻപിൽ കൊണ്ടുവന്ന് ഞങ്ങളെ സാക്ഷ്യം പറയിപ്പിക്കുന്ന ദൈവമഹത്വത്തിനായി സ്തോത്രം ചെയ്യാം. ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.